ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നല്ല പൂ പോലുള്ള നൂൽപുട്ട് ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇത് ശരിയായി വരത്തില്ല, കുഴയ്ക്കുമ്പോൾ കൂടിപ്പോകുന്നു വെള്ളം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവില്ല. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പൂ പോലുള്ള ഇടിയപ്പം നിങ്ങൾക്കും ഇനി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് കിട്ടുന്നു കേട്ടോ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻസും ഷെയറും ചെയ്തേക്കണേ. എങ്ങനെയാണ് നമ്മുടെ ഈ നൂൽപുട്ട് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റൗവിലേക്ക്. അതിലേക്ക് 2 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം 500 ml വെള്ളം എടുക്കുന്നുണ്ട്. 500 ഗ്രാമിൻ്റെ പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 500 ml വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നോട്ടെ. വെള്ളം നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് പാം ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതായ ഉപ്പും ഓയിലൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു വരട്ടെ. അടുത്തതായി നമ്മുടെ നൂൽപൊട്ടിന് ആവശ്യമായ പൊടിയെടുക്കാം. ഇടിയപ്പം പത്തിരി പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ അടുത്തുള്ള സ്റ്റോറിൽ ഏത് പൊടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നൂൽപൊട്ടിനായിട്ട് നമ്മൾ നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് വേണം ഇത് മേടിക്കാനായിട്ട്. ഈ ഇടിയപ്പ പൊടി ഒരു ബൗളിലോട്ട് തട്ടി കൊടുക്കാം. ഏകദേശം 400 ഗ്രാമോളം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഒരു 100 ഗ്രാം ഞാനിതിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ കുഴച്ച് വരുമ്പോൾ വെള്ളത്തിൽ എന്തെങ്കിലും മാറ്റം കൂടുകയോ കുറേയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഴച്ചെടുക്കുമ്പോൾ ഇത് അവസാനം നമുക്ക് യൂസ് ആവുന്നതാണ്. നിങ്ങളും ഇതുപോലെ ഒരു 100 ഗ്രാമോളം മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഈ ഇടിയപ്പപ്പൊടി നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ സ്റ്റൗവിൽ നിന്ന് ഇറക്കാൻ പാടുള്ളൂ. ഒരല്പം ചൂട് തണുത്ത ശേഷം കുറേശ്ശെ നമുക്കിതിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കൈ യൂസ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ പറ്റുന്നതല്ല, വെള്ളം നല്ല ചൂടാണ്. ആദ്യമായിട്ട് സ്പൂൺ യൂസ് ചെയ്ത് ഒരല്പം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ കുറേശ്ശെ ഒഴിച്ച് നമുക്കെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. അവസാനം ഈ ചൂടൊക്കെ ഒന്ന് മാറി വന്നതായിട്ട് തോന്നുമ്പോൾ നമുക്ക് കൈ യൂസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അധികം ചൂട് മാറാനായിട്ട് വിടരുത് കേട്ടോ. ചൂടുള്ളപ്പോൾ തന്നെ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് നോക്കണം, അതാണ് ഏറ്റവും നല്ലത്. ഈ ചൂടോടെ തന്നെ സേവനാഴിയിൽ വെച്ച് നമുക്കിത് കറക്കിയെടുക്കുകയും വേണം. ഞാനിത് ഈ ഒരു ഇടിയപ്പത്തട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലോ അലുമിനിയം ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 500 ml വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. നമ്മൾ ഓൾറെഡി മാവ് കുഴച്ചെടുത്തപ്പോൾ ചൂടുവെള്ളം ചേർത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് അധികം വേണ്ടതില്ല. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഇടിയപ്പത്തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചേർത്തില്ലെങ്കിൽ ഇടിയപ്പം നമ്മൾ വയ്ക്കുമ്പോൾ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സേവനാഴിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുഴച്ചെടുത്ത മാവിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ സേവനാഴിയിലാക്കി നമ്മളിത് കറക്കിയെടുക്കണം കേട്ടോ. മാവ് തണുക്കും തോറും നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒരു പൂ പോലെ വരുന്നത് മാറും. വേഗം തന്നെ ഇത് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ആ ഹോളിൽ കൂടെ വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് കറക്കാനും അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിനി ഇത് ഏകദേശം എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്കി കൊടുത്ത ശേഷം സേവനാഴി നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ കുഴയ്ക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടാണോ കുഴയ്ക്കുന്നത് ആ കണക്കായിരിക്കും നമുക്ക് ഈ സേവനാഴി കൂടെ വരുന്നതും. വെള്ളം അധികം ഇല്ല, ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഇത് കൂടി വരുന്നതും നല്ല കട്ടി ടൈറ്റായിട്ടായിരിക്കും വരുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല പൂ പോലെ ഈസി ആയിട്ട് വരുന്നതാണ്. വെള്ളം അതുകൊണ്ട് തന്നെ എടുത്ത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ വേണമെങ്കിൽ ഇതിന് പുറത്തായിട്ട് കുറച്ച് തേങ്ങ ചിരകിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് ചേർത്ത് കൊടുക്കുന്നില്ല. ഈ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഈ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡലി പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ഒരു അടപ്പ് യൂസ് ചെയ്തിട്ട് അടച്ചു കൊടുക്കാം. സ്റ്റൗ ഓണാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും തിളച്ച് വന്ന ശേഷം നമുക്കൊരു മീഡിയത്തിലിട്ട് ഇത് വേവിച്ചെടുക്കാം. ഒരല്പം സമയം മാത്രം മതിയിട്ട് ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇടയ്ക്ക് നോക്കുക. ഇപ്പം നമ്മുടെ ഇടിയപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് ഈ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഒരു അല്പം നേരം നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളത് തണുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം.
പൂ പോലുള്ള നമ്മുടെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ട് വീട്ടിൽ ഉണ്ടാക്കാതിരിക്കേണ്ട. ഈ രീതിയിൽ ഇടിയപ്പം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ലതുപോലെ പൂ പോലെ കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ രീതിയിൽ തന്നെ വീശപ്പം നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പരത്തി വേറൊരു പ്ലേറ്റിൽ ചെയ്യുവാണെങ്കിൽ പരത്തിയെടുത്ത് നമുക്ക് ഇടിയപ്പത്തട്ടിലോട്ട് വയ്ക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കോമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക്